ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞല്ലോ, സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു റിസ്ക് ഉണ്ട്, അതിന്റെ ഒരു പണമുടക്കുണ്ട്. അന്നത്തെ കാലത്ത് ഇന്നിപ്പോ സ്പോൺസർമാർ ഒത്തിരിയാണ്. ഇന്നിപ്പോ ഒരു സ്റ്റേജ് ഷോ നടത്തി സ്പോൺസർമാർ, ടിക്കറ്റ് വിൽപ്പനയല്ല ദുബായിലും നടക്കുന്നത്, സ്പോൺസർമാർ ഒത്തിരിയുണ്ട്. അന്നൊന്നും അത്ര സ്പോൺസർമാരില്ല. അപ്പൊ എന്ത് ധൈര്യത്തിലായിരിക്കും അന്നൊക്കെ ഇറങ്ങിത്തിരിക്കുക? അന്ന് നമ്മൾക്ക് ഗൾഫിലുള്ളവർക്കൊന്നും യാതൊരുവിധ എന്റർടൈൻമെന്റും ഇല്ല. അന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഇല്ല, മൊബൈലില്ല. നമുക്കൊരു ഫിലിം തന്നെ ഇവിടെ വരുന്നത് എത്രയോ നാളുകൾ കഴിഞ്ഞിട്ടായിരിക്കും അന്നൊരു സിനിമ കാണാനൊക്കെ പറ്റും. ഞങ്ങൾ ഈ നിസ്വയിലുള്ളവരൊരു ഫിലിം കാണണമെന്നുണ്ടെങ്കിൽ റൂവിയിൽ പോകണം. നിസ്വയിൽ ഒരു തിയേറ്റർ ഉള്ളത് ഓപ്പൺ തിയേറ്ററാണ്. ഇപ്പൊ ഓപ്പൺ തിയേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫാഷനാണ്. ഇത് അന്ന് ഓപ്പൺ തിയേറ്റർ എന്ന് പറയുന്നത് നോർമൽ ടെക്നിക്കൽ സ്ക്രീൻ ഒന്നും അല്ല, രാത്രി മാത്രം ഷോ ഉള്ളൂ. അപ്പൊ അതൊക്കെ അന്ന് ഫിലിം മേഖലയിലുള്ള ഇവരെയൊക്കെ അടുത്ത് കാണുക എന്നൊക്കെ പറയുന്നതും അവരുമായി ഭക്ഷണം കഴിക്കുക, അവരെ നേരിട്ട് കാണുക, അതൊക്കെ അന്ന് പ്രവാസികളുടെ ഒരു ഹരമായിരുന്നു. അപ്പം ഏത് ഷോ നടത്തിയാലും അങ്ങനെ ക്രൗഡ് ഉണ്ടാവും. അപ്പൊ കമ്പനിക്കാരും അതിന് സപ്പോർട്ട് ചെയ്ത് സ്പോൺസർഷിപ്പ് തരുമായിരുന്നു. കാരണം അങ്ങനെ ക്രൗഡ് പുള്ളിങ് ആവുന്നത് കൊണ്ടിട്ട്. അപ്പൊ ഷോകളെല്ലാം സക്സസ് ആയിരുന്നു. അപ്പം അന്ന് പൈസകൾ മുടക്കി അന്നൊക്കെ ലാഭകരമായിരുന്നു. വലിയ മത്സരങ്ങളില്ലല്ലോ. അതെ. ഇപ്പോൾ ഇവിടെ ഒരു ദുബായിലൊരു ഷോ എന്ന് വെച്ചാൽ ഒരു ദിവസം 10 ഷോ ആയിരിക്കും ഉണ്ടാവുക. അതെ. പല ഇവന്റുകളായിട്ട് മാറി പോകുന്നുണ്ടല്ലോ. അപ്പൊ ഒരു മത്സര ബുദ്ധി ഉണ്ട് ഇപ്പൊ. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു. പണ്ട് ഒരു ഷോ എന്ന് പറയുമ്പോൾ എല്ലാവരും ആ ഷോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പിന്നെ അന്ന് മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് ഷോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ എളാപ്പ തന്നെയാണ് ഇനിസ്വയിൽ. പിന്നെ ഞാൻ ഇങ്ങനെ ഷോ നടത്തിയപ്പം എൻ്റെ എളാപ്പ മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്ന് മെഗാ ഷോ നടത്തി. നിങ്ങൾ തമ്മിലായിരുന്നു ഷോകൾ നടത്തിക്കൊണ്ടിരുന്നല്ലേ? ആദ്യം നമ്മളെ ഷോ നടത്തിയത്. അതെ. എളാപ്പ മമ്മൂട്ടിയും മോഹൻലാലിനെ കൊണ്ടുവന്ന് അതിനേക്കായി വലിയ ഷോ നടത്തി. പിന്നീട് അതിനെ പറയുന്നത് വേറെ ഷോ നടത്തിയോ? ഇല്ല. ഞാൻ ഒരു മത്സരബുദ്ധിയിലല്ല ചെയ്തത്. ഞാൻ എളാപ്പ മത്സരബുദ്ധിയിലാണോ വന്നത്? അങ്ങനെ അറിയില്ല, അത് അങ്ങനെ ഉണ്ടാവില്ല. പുള്ളിക്ക് അങ്ങനെ ഞാൻ ചെയ്തപ്പോ ഞങ്ങള് തമ്മില് ഒരു അകൽച്ചയുണ്ടല്ലോ. പുള്ളിക്ക് വരാൻ പുള്ളിയെ ഇൻവൈറ്റ് ചെയ്തില്ലാന്നോ അങ്ങനെ എന്തോ ഒരു. എന്തുകൊണ്ട് വിളിച്ചില്ല? അല്ലല്ല, വിളിക്കാതിരുന്നല്ല, ഞാൻ വിളിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് എന്തോ ഒരു വിളിയിലൊരു സുഖമില്ല, എന്തോ പറ്റിയിട്ടുണ്ട്. പുള്ളിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിന് പകരം പുള്ളി അതിനേക്കായി വലിയ മെഗാ ഷോ കൊണ്ടുവന്നു. അതിന് വിളിച്ചിരുന്നോ? അതിന് ഞാൻ പോയില്ല. വിളിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ പോയില്ല. നമ്മൾ പുറത്തു നിന്ന് വീക്ഷിച്ചു അല്ലെ ആ ഷോയെ കുറിച്ച്. അപ്പൊ അതൊരു മത്സരമായിരുന്നോന്ന് എനിക്ക് തോന്നുന്നു. അത് രസകരമായ ഒരു കഥയാണ്. മമ്മൂട്ടി മോഹൻലാലൊക്കെ ശരിക്കും പറഞ്ഞാൽ നിസ്വയിൽ വരുന്നത് അങ്ങനെ ആയിരിക്കും, പിന്നെ വന്നിട്ടുണ്ടാവില്ല. ആദ്യം അവസാനമായിട്ട് അവിടെ എത്തിയത് അന്നായിരിക്കും. അവിടെ നിസ്വയിൽ പിന്നെ ഒരുപാട് പേര് അന്നത്തെ കലാകാരന്മാരിൽപ്പെട്ട ഇവരൊക്കെ ഈ ഷോയുമായി ബന്ധപ്പെട്ടേ വന്നിട്ടുള്ളൂ. ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വീട്ടിലൊരു ബുദ്ധിമുട്ടാണോ ഗൾഫിലേക്ക് വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. എൻ്റെ ഫാദർ ബിസിനസ്സും രാഷ്ട്രീയവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടമായപ്പോഴത്തേക്ക് നമുക്ക് ബിസിനസ്സിലൊക്കെ തകർച്ചയുണ്ടാവുകയും സാമ്പത്തികമായിട്ടൊക്കെ തകർച്ച അനുഭവപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഗൾഫിലാണ്. എൻ്റെ ഫാദറിന്റെ കസിൻ ബ്രദേഴ്സും ബ്രദറും എല്ലാവരും ഗൾഫിലാണ്. അപ്പോൾ എല്ലാവരും ഗൾഫിൽ പോവുക എന്നുള്ളതാണ്. 18 വയസ്സായ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും ഗൾഫിലേക്ക് പോകും. 19 വയസ്സായി കഴിയും. ഈ ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച പാഠം എന്തായിരിക്കും? പഠിച്ചത് ഒന്ന്, എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും നേടാൻ പറ്റും. ഡെഡിക്കേഷൻ. നമ്മൾ അതിന് ആദ്യം അത് വളരെ കൂടുതൽ ആഗ്രഹിക്കുക. 2 അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. 3 അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇത് ഇത്രയും ഒരേ ഒരു ത്രാസിലിട്ടാൽ ഒരേ കണക്ക് നിന്നാൽ യു വിൽ ഗെറ്റ്, യു ക്യാൻ അച്ചീവ് ഇൻ എനിവേ. തീർച്ചയായിട്ടും. കാര്യം എനിക്ക് എന്താഗ്രഹിച്ചോ അതെല്ലാം അൽഹംദുലില്ലാ എനിക്ക് നേടാൻ പറ്റി. എൻ്റെ ഒരുപാട് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് അനുഗ്രഹങ്ങളേ ഉള്ളൂ. ഒന്ന് വീണ് കിടന്നപ്പോൾ സഹായിച്ചത് ആരായിരിക്കും? എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ അതൊരു വീഴ്ചയായിരുന്നെങ്കിലും ഞാനത് പുറത്തൊന്നും ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ ആ പ്രായത്തില് ഒരു 30-33 വയസ്സിലാണ് നമുക്ക് 10-18 ഔട്ട്ലെറ്റും
ഒരുപാട് പണിക്കാരും ഒരുപാട് പൈസയും ഹോൾസെയിൽ ബിസിനസ്സും ഒക്കെ എൻ്റെ കയ്യിലാണെന്ന് ഈ നിസ്വ ടൗണിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ ഒക്കെ. പക്ഷെ നിന്ന് പോകുന്ന നിലയിലേക്ക് വന്നായിരുന്നല്ലോ, അപ്പൊ ഒരു ഭയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ. ഭയം, കാര്യം ഞാൻ അന്ന് ഇതിനെ ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ ലോക്കലൈസേഷൻ വന്നപ്പോൾ ലോക്കൽസിനെ എല്ലാം കടകളിൽ വെച്ചിട്ട് ഇത് ക്യാപിറ്റലിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു ധാരണയിൽ, അതിബുദ്ധി എന്ന് പറയാം, അതിനകത്ത് അങ്ങനെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അത് നടന്നില്ല. ഈ കൊല്ലത്ത് ഞാൻ റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ജോയേട്ടൻ എൻ്റെ സുഹൃത്താണ്. അപ്പൊ ജോയേട്ടൻ എനിക്ക് ഒരു എഴുത്തുകൂത്തും ഒന്നും ഇല്ലാതെ തന്നെ പുള്ളി ഒന്ന് വെഡിങ് സെന്റർ തുടങ്ങിയപ്പോൾ അവിടെ റെസ്റ്റോറന്റ് തുടങ്ങാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളിയായിട്ടുള്ള ബന്ധം. ജോയേട്ടൻ എന്ന് പറയുന്നത് ആലുക്കാസ്. അങ്ങനെ പിന്നെ അപ്പൊ ഞാൻ അതിനു മുമ്പേ ഞാൻ ഇവിടെ ബിസിനസ് തുടങ്ങി. ഇവിടെ ഷാർജ എയർപോർട്ട് ഫ്രീ സോണിൽ ഷെയ്ഖ് അബ്ദുള്ളയും ലാൻഡ്മാർക്കിന്റെ ഒരു ഡയറക്ടറും ഞങ്ങൾ ഒരുമിച്ച് റെസ്റ്റോറന്റുകൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ദുബായിൽ ആദ്യമായിട്ട് തന്നെ മൂവിങ് റെസ്റ്റോറന്റ്, മീൽസ് ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ട് മൂവിങ് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി വോൾവോ ബസ് എടുത്തിട്ട് ആ ബസ് കൺവെർട്ട് ചെയ്ത് അത് അതിനകത്ത് ഡൈനിങ് കിച്ചനും ഒക്കെ വെച്ച് ഇത് ഓരോ സ്ഥലത്ത് കൊണ്ടുപോവുക. ആ നാട്ടിലൊക്കെ ഉള്ള തട്ടുകട പോലെ. അതെ അല്ലെ, അതൊരു ഹൈടെക് ആക്കി ഇവിടെ വോൾവോ ബസ്സിനകത്ത്. അപ്പൊ വോൾവോ ബസ്സിനകത്ത് ഇറ്റ്സ് വെരി ചലഞ്ച്. കാര്യം ഇതിനകത്ത് വെള്ളം വേണം. അപ്പൊ ഇത് നമ്മൾ ടാങ്ക് മേളിൽ പണിതു, വെള്ളം ഇടുന്നു, പൈപ്പ് ലൈൻ ചെയ്തു ഈ കിച്ചനകത്തേക്ക് വരാൻ. കിച്ചനകത്ത് ഇലക്ട്രിക് സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു, ഡൈനിങ് ഏരിയ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം അതിനകത്ത് തന്നെ ഇരുന്ന് കഴിക്കാം. അതെ. അപ്പൊ അതിനകത്ത് ഇരുന്ന് കഴിക്കാം, വണ്ടി മൂവ് ചെയ്യാം. ഇപ്പൊ നമ്മള് കോർണേഷനിൽ കൊണ്ടില്ല, അല്ലെ ഒരു ക്രൗഡുള്ള സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടില്ല. അവിടുന്ന് വലിയ ചലഞ്ചായിരുന്നു. അപ്പം നമ്മള് പ്ലാൻ ചെയ്തത് അന്ന് ഷേക്ക് ആയതുകൊണ്ട് നമ്മൾ പവർ പബ്ലിക്കിൽ കൊണ്ടുവന്ന് യോട്ടൊക്കെ പ്ലഗ് ഇൻ ചെയ്യില്ലേ എന്ന് പറഞ്ഞ കണക്ക് പ്ലഗ് ഇൻ ചെയ്ത് പവർ എടുക്കാവുന്നതായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പം ജനറേറ്ററുമായിട്ട് ഇത് ടോ ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഭയങ്കര ചലഞ്ചസ് ആയിരുന്നു. അപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ടിടുക, ജനറേറ്റ് ചെയ്യുന്ന പവർ കൊടുക്കുക, ലൈറ്റും ബാക്കിയുള്ള ഈ എക്യുപ്മെന്റ്സ് ഒക്കെ ഇത് ചെയ്യുക. അത് ഇവിടെ വിന്ററിലേ അത് നടക്കുള്ളൂ, സമ്മറിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആ പ്രോജക്റ്റ് ഞങ്ങൾ ഒരു 19 വണ്ടിയെ പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല, അത് സക്സസ് ആയില്ല. നല്ല പേരായിരുന്നു മീൽസ് ഓൺ വീൽസ്. ആ കോൺസെപ്റ്റ് നമ്മളന്ന് ഇവിടുത്തെ അധികാരികളും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്തിരുന്നു. പിന്നെ ആണ് ഈ ലാസ്റ്റ് എക്സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിക്കകത്തുള്ള അതൊക്കെ വന്നത് അല്ലെ. നമ്മളായിരുന്നു അതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞത്. പിന്നെ റെസ്റ്റോറന്റുകളുണ്ടോ? റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്നു അന്ന് നാട്ടിലും ഇവിടെയൊക്കെ റെസ്റ്റോറന്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറന്റ് മേലേന്ന് മാറിയെന്ന് പറയാൻ പറ്റത്തില്ല, അത് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും നമ്മൾ ഇപ്പം ഒത്തിരി സങ്കടങ്ങൾ വരാറുണ്ട്, പല കാര്യത്തിലും നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അന്നൊക്കെ നമുക്കൊരു കൈത്താങ്ങുണ്ടല്ലോ. കുടുംബമാണോ സുഹൃത്തുക്കളുമായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ മുതലേ എപ്പോഴും ഒരു സുഹൃത്ത് വലയം എപ്പോഴും എനിക്കുണ്ട്. അത് കോളേജ് പഠിക്കുമ്പോഴാണെങ്കിലും ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ഒരു വലിയ സുഹൃത്ത് ബന്ധം എനിക്ക് എല്ലാം ഇടമുണ്ട്. സുഹൃത്തുക്കൾ എപ്പോഴും എല്ലാത്തിനും ഒപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുടുംബം ഓഫ് കോഴ്സ് ഇപ്പം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഭാര്യയും ബാക്കി സഹോദരങ്ങളും ഉമ്മയും ഒക്കെ. എൻ്റെ ഉമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ബാക്ക് ബോൺ. ഉമ്മയാണ്? അതെ. ഉമ്മയോടെല്ലാം സങ്കടങ്ങൾ പറയുന്നത്? ഉമ്മയുടെ സങ്കടമൊന്നും പറയാറില്ല, പക്ഷെ ഉമ്മ സങ്കടമെല്ലാം മനസ്സിലാക്കും. ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചത്, നമ്മൾ പലതും ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ പ്രായത്തിൽ, ആഗ്രഹിച്ചത് എന്തായിരുന്നു? ആദ്യം ആഗ്രഹിച്ചത് നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആകുക. ഇപ്പൊ ഞാനിപ്പോ ആലോചിക്കുകയാണ്, വെക്കായിട്ടിരിക്കുന്ന ആ പേന എനിക്ക് വേണമായിരുന്നു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ ഒരു ആഗ്രഹമാണത്. അങ്ങനെ ആഗ്രഹിക്കുമല്ലോ നമ്മൾ പല കാര്യങ്ങളും. ഞാൻ ഈ മസ്കറ്റിൽ വന്നിട്ട് ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ ആഗ്രഹിക്കുമായിരുന്നു. അന്ന് പണ്ട് ഈ ബ്രാംഗ്ലർ വണ്ടി ഇറങ്ങിയ കാലഘട്ടത്തിൽ ഈ ബ്രാംഗ്ലർ നോക്കിയിരുന്നിട്ട് ഇതേ കണക്ക് നാട്ടില് ജീപ്പ് എടുത്ത് മോഡിഫൈ ചെയ്താൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ വണ്ടികളൊക്കെ ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ എപ്പോഴും നാട്ടില് അന്ന് 21-ാമത്തെ വയസ്സിൽ തന്നെ ചെല്ലുമ്പോൾ അന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടികളായിരുന്നു നാട്ടിലെടുത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഞാൻ ഇപ്പം ഈ ലാൻഡ് ക്രൂസറൊക്കെ
നമ്മളിവിടെ കാണുമ്പം സ്വപ്നത്തിൽ വിചാരിച്ചില്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഉണ്ടാവും, ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് മന്ത്രിസഭ മൻമോഹൻ സിംഗിന്റെ ഈ ഫോറിൻ ആ ഒരു ഇതാണ് നമുക്കതൊക്കെ ഉപയോഗിക്കാൻ ഒരു സൗഭാഗ്യം ഉണ്ടായത്. അങ്ങനെ ഞാനിപ്പോ നാട്ടിൽ ലാൻഡ് ക്രൂസർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു നടക്കാത്ത സ്വപ്നമായിരുന്നു നടത്തപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.